മോട്ടർ തുറക്കേണ്ട ടൈമാണ്. നോമ്പ് തുറന്നിട്ട് വേഗം വന്ന് നിൽക്കുകയാണ്. ഇതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് മഴ വരുന്ന അത് മഴ വരുന്ന നോക്കി എങ്ങനെയുണ്ട് മഴേൻ്റെ ഒരു ആ ക്ലൈമറ്റ്. നന്നായിട്ടില്ലേ? അത് കാണിക്കാൻ വേണ്ടി ഞാനിപ്പോൾ വേഗം വന്നാണ്. എന്താണ് മഴ പെയ്യുന്നുണ്ട് ഓൾറെഡി. ഓരോ തുള്ളി ഇടാൻ തുടങ്ങി. ഇനി ഞാൻ അവിടുത്തെ അടുക്കളത്തെ നോമ്പ് തറ ഇങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ? അയ്യോ നല്ല മഴ തുള്ളി ഉണ്ട്. ശരി. തിരക്കായിട്ടുണ്ടാക്കുകയാണ് അല്ലേ? ലൈറ്റായിട്ട് വേഗം നാരങ്ങ വെള്ളം കിടക്കി. കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട്, മഴ വരില്ലേ? ഇതെന്തൊക്കെയാണ് പറഞ്ഞുതരാ? സർബത്ത് കിടക്കുന്നത് നാരങ്ങ, നന്നാരി സർബത്ത്, ഐസ് ക്യൂബ്, വെള്ളം. അതിനുള്ളിൽ പുക വരുന്നത്. പുകയാ? അത് വെളിയിൽ മഴ പെയ്യല്ലേ, എത്ര നേരം വെയിലടിച്ചല്ലേ, നല്ല ചൂടുണ്ടായിരുന്നു അല്ലേ? പിന്നെ എന്തുമാതിരി ചൂടായിരുന്നു. അതെന്താ? ഇനി അടുത്ത് സേവയുണ്ട്. ഇതെന്താണത്? പള്ളിക്കഞ്ഞി. ഒരാള് തേങ്ങ ചിരകിയാണ് ഗൈസ്. എന്നെക്കാളും നന്നായിട്ട് തേങ്ങ തരുന്ന ഒരാളുണ്ട്, 2 പേരുണ്ട് ഇവിടെ. ആരൊക്കെയാണോ? നിങ്ങൾക്ക് നല്ല പരിചയമുള്ള മോങ്ങളാണ്. 2 മക്കളായിരിക്കും. വേറെ ആര്? ഇനി അവരിനെ കൊണ്ട് പണിയെടുപ്പിച്ച് കൊല്ലുകണ്ട. അങ്ങനെയാണോ? ഞാൻ വർക്കിന് പോയിട്ട് എനിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് വരുമ്പോ അവര് ചെയ്യുന്നു. അല്ലാതെ ഞാൻ പണി ചെയ്യണമെന്നില്ല. എന്തായാലും ഇതൊക്കെ വേണോ? ഇത് ഞങ്ങളുടെ ഉണ്ടായ കറിവേപ്പിലയാണേ. അങ്ങനെ നമ്മള് അരപ്പ് അരച്ചു കഴിഞ്ഞു. ചമ്മന്തിയാ? പൊരിക്കടല ചമ്മന്തി. പൊരിക്കടലയും വറമുളകും നമ്മുടെ അവിടെ സാധാരണ ചായക്കടയിലൊക്കെ കിട്ടാവുന്ന അങ്ങനെ ഒരു ചമ്മന്തി. ഇതെന്താ? കയ്യില് തൊടി ചട്നി കളിക്കും. എൻ്റെ കറിവേപ്പില ഇത്ര സൗണ്ട് വരുന്നേക്കോ? ഓക്കെ, ഇനി ഞാൻ റവ ഉണ്ടാക്കാൻ പോകുന്നു. നേരത്തെ നൂലിപ്പൊട്ട് അതെടുത്ത് ഉണ്ടാക്കിയിട്ട് നമ്മളതൊക്കെ ചൂടാറാൻ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് സേവയ്ക്ക് വേണ്ടി റെഡിയാക്കാം. വെളിച്ചെണ്ണ,
നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെങ്ങില് നമ്മളെ ആട്ടാൻ സഹായിച്ച തെങ്ങിനും ഇതാക്കി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കടുക്, അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സവോള എടുത്തിട്ടാ നമ്മൾ കുറച്ച് പൊരികടല ഇടുകയാണ്. കറിവേപ്പില ലേശം നമുക്ക് ഉപ്പിടാം. അയ്യോ കൈപൊളി. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മളിത് ഇനി വറ്റൽമുളക് ഇടുകയാണ്. ഞങ്ങളവിടെ ഇത് പറമുളക് എന്ന് പറയും. തേവയ്ക്ക് ഒരുപാട് വഴങ്ങണ്ടല്ലേ? നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ആ പിടിക്കണത് എടുത്തിട്ടുണ്ടോ? മൂടിയുണ്ട്, അതും കൂടി ഇട്ടരവേ. ആ പച്ചയും ചുവപ്പും ഉള്ളിയും കടുകും, ആഹാ. എൻ്റെ ചെറിയ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണത്. റെഡിയായോ? ഏകദേശം റെഡിയായി. ഇടയിലടിയിൽ ആ കുഞ്ഞു കുഞ്ഞി കറുപ്പ് കാണുമ്പോൾ കടുക് നല്ല രസമല്ലേ? നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ രസിച്ച് ആസ്വദിച്ച് ഒക്കെ ചെയ്യുന്നില്ലേ? അതിന് മേലെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവണം. പ്രണയം, പ്രേമം, മുഹബത്ത് ഉണ്ടെങ്കിലേ നന്നായിരിക്കുള്ളൂ. അതെനിക്ക് എപ്പോഴെങ്കിലേ വരുള്ളൂ. വേറെ വിഷയം. അപ്പൊ എന്തൊക്കെയുണ്ട്? സർബത്തുണ്ട്, പറയും. നാരങ്ങ വെള്ളമുണ്ട്, പള്ളിക്കഞ്ഞിയുണ്ട്, പഴമുണ്ട്, ചാമന്തിയുണ്ട്, നമ്മുടെ സ്പെഷ്യൽ അമ്മി ഉണ്ടാക്കിയ സേവയുണ്ട്. തക്കാളിയാണ് ഫസ്റ്റ് തന്നെ കിട്ടിയത്. വേണ്ടേ? അപ്പം നമ്മള് കഴിക്കാൻ പോവാണേ. കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാം. എങ്ങനെയുണ്ട്? അതൊക്കെ ഉള്ളി
അപ്പോൾ ഞങ്ങൾ കഴിച്ചു തുടങ്ങി. നന്നായിട്ടുണ്ട്. കുട്ടികളുടെ അഭിപ്രായമൊക്കെ നന്നായിട്ടുണ്ട് എന്നാണ്. സൂപ്പർ അല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും കമന്റ് ഇടണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.